അറിയപ്പെടാത്ത സമയമാകുമ്പോ ആരും വരില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, വീട്ടില് സുഖമായിട്ടിരിക്കാം, ഒരൊറ്റ ആളും വരില്ല. ഒരു മനുഷ്യനെ പറ്റി നല്ലത് പറയുന്ന തന്നെ അവൻ മരിച്ചു കഴിയുമ്പോളാ. നല്ല മനുഷ്യനായിരുന്നിട്ട് എന്തൊരു നല്ല മനുഷ്യനാന്നറിയാം. പിന്നെ ശല്യത്തിനില്ലേ, അത് പോയി. അപ്പൊ പിന്നെ ഏറ്റവും നല്ല അഭിപ്രായം കിട്ടുന്ന മരിച്ചു കഴിയുമ്പോളാ. എന്തൊരു നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ മണിച്ചേട്ടന്റെ കലാഗ്രഹത്തിലേക്കാണ്. നമ്മുടെ മണിച്ചേട്ടന്റെ ജന്മദിനമാണ്, 55ാമത്തെ ജന്മദിനമാണ്. അപ്പൊ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി വന്നതാണ്, മണിച്ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ മണിച്ചേട്ടന്റെ ഓട്ടോറിക്ഷ, അച്ഛൻ അമ്മ എല്ലാരും ഉണ്ട്. പരമാവധി എല്ലാ വർഷവും ഞാനിവിടെ വരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ കൊച്ചിയിലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ താമസിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വരാൻ പറ്റി. നമ്മൾ സ്വന്തം ചാലക്കുടിക്കാരൻ ചങ്ങാതിയാണ് ഇവിടെ. അപ്പൊ ഇത് നമ്മൾ പോകുന്ന മണിച്ചേട്ടന്റെ വീട്ടിലേക്കാണേ. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. മണിച്ചേട്ടന്റെ തട്ടകമായിരുന്ന മണിച്ചേട്ടന്റെ സ്വന്തം മണിക്കൂടാരമാണ് ഇവിടെ എല്ലാം. മണിച്ചേട്ടൻ എന്നും രാവിലെ ചായ കുടിക്കാൻ വന്നിരിക്കാറുള്ള കടയാണത്. തുടക്കത്തില് 1-2 വർഷമൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പക്ഷെ തിരക്കൊക്കെ കുറവാണേ. അതാണ് നമ്മുടെ മണിച്ചേട്ടന്റെ വീട്. മണിക്കൂടാരം, ഇതാണ് നമ്മുടെ മണിച്ചേട്ടന്റെ മണിക്കൂടാരം. ഉണ്ടോ? നമുക്ക് കേറാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഞാൻ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. നമുക്ക് നേരെ ഇനി പാടിയിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോ പോകുന്നത് മണിച്ചേട്ടന്റെ പാടിയിലേക്കാണേ. ഇവിടെ കലാഭവൻ മണി റോഡ് എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ കാണുന്ന ആള് കലാഭവൻ മണി റോഡ്. ഇതുണ്ടോ റോഡ്. ഇനി ഇവിടെ ഇങ്ങനെ നമ്മൾ തിരിഞ്ഞ് ഇതാണ് നമ്മുടെ പാടിലേക്ക് പോണ വഴി. പാലോ പാലോ നല്ല നടപ്പാലോ, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലി നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, നറുനെല്ലി നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ. അങ്ങനെ നമ്മുടെ മണിച്ചേട്ടന്റെ പാടിയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. എല്ലാരും മറന്നോടെ നമ്മുടെ മണിച്ചേട്ടനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവിടെ ആരെങ്കിലൊക്കെ കാണുമായിരിക്കുന്നു. ഇവിടെ ആരും ഇല്ല കേട്ടോ, ഒരു തിരക്കും ഇല്ല. പുളി അതിന്റെ ഇടയിൽ ഇവിടെ വന്നപ്പോ നൊക്ലാച്ചിയ.
നാളെ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ ശരിക്കും അത് 31-ാം തീയതി അത് കേട്ടോ നമ്മള് വരുന്നേ. നാളെയാണ് 1-ാം തീയതി. നാളെ ആരെന്തൊക്കെ ഇവിടെ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്വന്തം മണിച്ചേരന്റെ പാടി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാ, ഭയങ്കര പോസിറ്റീവ് എനർജിയാ. മറക്കരുതിട്ടോ നമ്മുടെ ചാലക്കുടിക്കാരനെ, ഇടയ്ക്കൊക്കെ വന്നോളട്ടെ ഇവിടെ കാണാനായിട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കുക. കൂടെ തന്നെ നമ്മളെ മണിച്ചേരനെ ആരും മറക്കരുത്. ചാലക്കുടിക്കാരന്റെ മണികിലൊക്കെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ മലയാളികൾ മണ്ണടിയണം. അതാണ് മണിച്ചേട്ടൻ. എന്നൊക്കെ പറഞ്ഞാലും മറന്നോന്നൊരു സംശയം. ഇത് 9ാമത്തെ ചിരസ്മരണയ്ക്ക് വെച്ച ബോർഡാ. ഇടയ്ക്കൊക്കെ വരണേടേ, നമ്മളെ മണിച്ചേട്ടനെ കാണണ്ടേ. ഞാൻ വരും. നിമിഷ ബിജോ മണ്ണടിയുന്നിടം വരെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വരും. ഓക്കെ. ഇവിടുത്തെ ഓരോ ഇലകൾക്കും മണിച്ചേട്ടനെ പറ്റി പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാവും. പക്ഷെ ആ കഥകൾ കേൾക്കാൻ ഇപ്പൊ ആളില്ലല്ലോ എന്നുള്ളൊരു ഓർത്തിട്ടൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. കൂടെ എനിക്കും ചെറിയൊരു വിഷമമുണ്ട്, കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് നാളെ 1-ാം തീയതി എനിക്കിവിടെ വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വയനാട് പോവാണ്. നാളെ നമുക്ക് ഷൂട്ട് അവിടെ ഉണ്ട്. അത് കാരണം കൊണ്ട് വയനാട് പോവാന്നുകൊണ്ട് ഞാനിത് തലേദിവസം വന്ന് ഇവിടുത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴും ഒരുപാട് പേര് പാടിയൊന്നും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. അവരിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അവർക്കൊന്ന് കാണാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. പിന്നെ ഞാൻ മണിച്ചേട്ടനെ ഞാൻ മറക്കോ? അല്ല ഗഡി, നമ്മളെ മണിച്ചേട്ടനെ നമുക്ക് മറക്കാൻ പറ്റുമോ അല്ലേ? അപ്പൊ ഒരു പാട്ടുകൂടെ പാടി അങ്ങോട്ട് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. ഈ ചാലക്കുടി സെന്ററിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പൊ സ്വന്തം നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങായിക്ക് വേണ്ടി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. അപ്പൊ ഓക്കെ എല്ലാവർക്കും ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ ഒരു കാര്യം മറക്കണ്ട, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.